ഹായ്, ട്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നല്ല നല്ല വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുമുണ്ട്, ഇനിയും വരുന്നുമുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു ബീച്ചിലേക്കാണ് യാത്ര പോകുന്നത്. ബീച്ച് നമുക്ക് കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ബീച്ച്, കൂടാതെ അതിൻ്റെ അടുത്തൊരു ഏരിയ ഉണ്ട് ബാർബിക്യൂ ഒക്കെ ചെയ്യാവുന്നത്. അപ്പം ഈ വീഡിയോ അവസാനം വരെ കാണുക. ബാർബിക്യൂ ചെയ്യാവുന്ന ഏരിയയെക്കുറിച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക്. നല്ല വലുപ്പമുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഹംറിയ ബീച്ചിനുള്ളത്. ഞങ്ങളിട്ടിട്ട് സ്റ്റോൺ പാത്ത് ഉണ്ടാക്കിയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നടന്ന് നമുക്ക് കുറച്ച് ദൂരം കടലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ ഇവിടെ വന്നിരുന്ന് ഫിഷിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോൺ പാത്ത്. ഹംറിയ ബീച്ചിൽ സ്വിമ്മിങ് അലൗഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുകുട്ടീനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പതിയെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. ഇവിടെ രാത്രി കാലങ്ങളിൽ സ്വിമ്മിങ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല, ലൈഫ് ഗാർഡ്സ് വരും. അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളുടെ അടുത്തേക്കും സ്വിമ്മിങ് അലൗഡ് അല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ എപ്പോഴും ലൈഫ് ഗാർഡ്സ് ഇവിടെ ഉണ്ടാവും.
ദിവസം നീന്തടാ, നീ അപ്പയുടെ കൈ പിടിച്ചോണ്ടിരിക്കാനല്ല. അങ്ങനെയാ നീന്താ? എങ്ങനെയുണ്ട് സ്വിമ്മിങ്? തണുപ്പാണോ? ഇവിടെ കുറച്ച് പേര് സ്നോർക്കലിംഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്നൊക്കെ. നമ്മളിപ്പം കണ്ടില്ലേ, ഇവിടെ 2 ഡൈവേഴ്സ് ഉണ്ടായിരുന്നു, സ്നോർക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആക്ച്വലി ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പം അവരുടെ കയ്യിൽ ഒരു മാസ്ക്, ക്യാമറയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ഡീപ് സീ വീഡിയോ എടുക്കുന്നതാണ്. അവർ പറഞ്ഞത് ഒരു അക്വേറിയം പോലെയാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിയിൽ നല്ല ക്ലീനാണ്. അവർ ഫുജേറെ പോയി, ഫുജേറെ ഫുള്ളായതുകൊണ്ട് അവരിങ്ങോട്ട് വന്നതാണ്. നല്ല ക്ലീനാണെന്ന് പറഞ്ഞു. ഒരു അക്വേറിയം, ലൈവ് അക്വേറിയമാണ് ഈ കടലിൻ്റെ അടിയിലുള്ളത്. ഒന്ന് ചെയ്ത് നോക്കണം, നല്ലതാണ് എന്ന് പറഞ്ഞു. ബാർബിക്യൂ ഏരിയയിലോട്ടുള്ള വഴിയാണ് ഇത്. ഇപ്പോൾ അവർ കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കാറൊക്കെ പോവും. ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇത് കുറച്ചുകൂടെ മണ്ണൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. കാറ് അന്നേരം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഉറപ്പിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് കൊറോണയുടെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഇവരിതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഫുള്ള് റിന്യൂവേറ്റ് ചെയ്തായിരുന്നു. ഇപ്പം ബീച്ചിൻ്റെ ഏരിയ അവർ ഇപ്പം കൂട്ടിയിട്ടുണ്ട്. പ്രോപ്പർ കാർ പാർക്കിങ്ങും ബാർബിക്യൂ ഏരിയ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കാണാം. പിന്നെ ഒരു പുതിയ വാച്ച് ടവർ, ബീച്ചിലിറങ്ങാനായിട്ടുള്ളൊരു വാച്ച് ടവറും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന വാച്ച് ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷെയ്ഡ് ടെൻറ്റ് പോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വന്ന് വെയിലൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ഇരുന്ന് ബാർബിക്യൂ ചെയ്യാനോ കഴിക്കാനോ ഒക്കെ ആയിട്ട് ഒരു ബാർബിക്യൂ സ്റ്റാൻഡ്സ് ഉണ്ട്. ഇവിടെയായിട്ട് കുറേ നമ്മുടെ പനയോല കൊണ്ടുള്ള ടെൻറ്റ് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട്. ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ ഇവിടെയായിരുന്നു, അതെല്ലാം ഫുള്ള് മാറ്റി. ഇപ്പോൾ അവർ അപ്പുറത്തോട്ടെല്ലാം ബാർബിക്യൂ സ്റ്റാൻഡ് മാറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബീച്ച് ഏരിയ, ഇപ്പം മെയിനായിട്ട് ഇവിടുത്തെ ബീച്ച് ഏരിയ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ വരെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ബീച്ച് ഏരിയ കൂട്ടി. ഇവിടുത്തെ ഈ സൈഡിലൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ഇതൊരു നല്ല സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാർബിക്യൂ ഏരിയയാണ്. അപ്പോൾ അത്രയും നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിൽ തന്നെ ബാർബിക്യൂ ചെയ്യാം. ഇവിടെ എല്ലാവരും രാവിലെ തന്നെ ഇപ്പം ബാർബിക്യൂ ചെയ്യാനായിട്ടെല്ലാം റെഡിയാക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടെൻറ്റൊക്കെ അടിച്ച് പ്രൈവറ്റായിട്ട് ഓരോരുത്തർ ടെൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കാണുന്നത് ബീച്ച് ഏരിയ ഉണ്ട്. ഇവിടെ കുറേ ടെൻറ്റ്, ഒരു സ്ലൈഡ്, സ്വിങ്, വേസ്റ്റ് ഇടാനായിട്ടുള്ള കാര്യങ്ങൾ, കുറേ പേര് ചെയറൊക്കെ ഇട്ട് ബീച്ചിലിരുന്ന് ആസ്വദിക്കുന്നുണ്ട്. ഈ ബാരിക്കേഡ് വെച്ചേക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല. നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കകത്ത് കയറി ബാർബിക്യൂവും, ഇവിടെ സ്വിമ്മിങ് അലൗഡാണ്. അവിടെ വാച്ച് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ മുമ്പേ ആ ബീച്ചിൽ ഇറങ്ങിയതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഇവിടെ ബാർബിക്യൂ ചെയ്യാനാണ് എല്ലാവരും മെയിനായിട്ട് വരാറ്. അതുകൊണ്ട് നമ്മൾ ഏതായാലും തൽക്കാലം ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട്, പിന്നെ ഇപ്പം വെയിലുമായിട്ടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്. അപ്പം നമ്മൾ പിന്നെ വൈകുന്നേരം വലിയൊരു ദിവസം വന്ന് ബാർബിക്യൂ ഒക്കെ ചെയ്യാം. ഇതായിരുന്നു പഴയ ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ ബാർബിക്യൂ സ്റ്റാൻഡൊന്നുമില്ല. എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുത്ത് മാറ്റി ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹമറിയയിലെ ബാർബിക്യൂ ഏരിയയുടെ കാഴ്ചകൾ. ഇവിടെയും ടെൻറ്റൊക്കെ വെച്ച ആൾക്കാരുണ്ട്. പകൽ വന്ന് ടെൻറ്റ് സെറ്റ് ചെയ്ത് കുറച്ച് തണലും ഒക്കെ ഉള്ള നോക്കി ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇതാണ് പിള്ളേർക്ക് ഒരു പാർക്കുണ്ട് ഇവിടെ.
പിന്നെ ഇതേ ഇവിടെ നമ്മൾ ബീച്ചിൽ ഇറങ്ങുന്നത് വാച്ച് ചെയ്യാനായിട്ടൊരു വാച്ച് ടവറും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സേഫായിട്ട് ഇവിടെ വന്നെല്ലാം ചെയ്യാം. സേഫായിട്ട് എല്ലാവരും നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ സേഫായിട്ടിരിക്കണമെന്ന്. ഒരാൾ വാച്ച് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ തീരുമാനമാണ് നമ്മൾ സേഫായിട്ട് കഴിയണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ബീച്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഞാനെത്താം. അതുവരേക്കും